എന്നുണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചിക്കൻ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കി വാങ്ങി അത് മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി വെക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ചെറിയ ഉള്ളിയാണ്. എത്രത്തോളം ചെറിയ ഉള്ളി ഇടാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും. വറ്റൽ മുളക് ആവശ്യത്തിന് മാത്രം ഇടുക, കാരണം അത് കൂടുന്തോറും എരിവ് നന്നായിട്ട് വരും. മറ്റു മുളകോ അതേപോലെ മസാലകളോ മല്ലിപ്പൊടിയൊന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ആവശ്യം. വേണമെങ്കിൽ ഒരു സവാളയും കൂടി എടുക്കാം. ഇത് നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുക്കുകയോ ചെയ്യാം. ഒരുപാട് ചതഞ്ഞു പോകരുത്, പിന്നെ അത് അടിയിൽ പിടിക്കും. നമ്മളെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് ചിക്കി എടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ചിക്കുക. ഇൻഡാലിയൻ ചീഞ്ചട്ടിയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും. നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതേപോലെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് വെള്ളമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം ഉണ്ടാവും. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് വെച്ചു കേട്ടോ. കുറച്ച് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ വെള്ളമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾക്ക് ആദ്യം ഇതിൽ അധികം കളറൊന്നും വരുന്നതായിട്ട് തോന്നില്ല, കളറൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷെ പേടിക്കേണ്ട, ഇതിൻ്റെ ഫൈനലാവുമ്പോഴത്തേനും ഇതേപോലെ ഫ്രൈ ചെയ്ത ചിക്കനേക്കാളും കളറായിട്ട് വരും. നല്ല ടേസ്റ്റുമായിരിക്കും. എരിവ് ഇഷ്ടമുള്ളവർ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്, അവർ പിറക്കി കഴിച്ചോളൂ കേട്ടോ. അല്ലൂട്ടനൊക്കെ ഇത് നല്ല ഇഷ്ടമായി, അവനിത് ഒരുപാട് കഴിച്ചു എന്നല്ലേ.